തൃശൂർ DCC ഓഫീസിൽ കൂട്ടത്തല്ല്. കെ മുരളീധരന്റെ അടുത്ത അനുയായി സജീവൻ കുരിയച്ചിറയെ മർദ്ദിച്ചുവെന്നാരോപിച്ചാണ് പ്രവർത്തകർ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയത്. സുരേഷ് ഗോപി ക്യാബിനറ്റ് പദവിയിൽ കേന്ദ്രമന്ത്രിസഭയിലേക്ക് സത്യപ്രതിജ്ഞ ചെയ്ത് ഞായറാഴ്ച വൈകിട്ട് നടക്കും. കേരളത്തിൽ നിന്ന് ക്യാബിനറ്റ് മന്ത്രിയാകുന്ന ആദ്യ BJP നേതാവാകും സുരേഷ് ഗോപി. LDF സോഷ്യലിസ്റ്റ് പാർട്ടികളെ അവഗണിക്കുകയാണെന്ന് രാഷ്ട്രീയ ജനതാദൾ. മന്ത്രിസ്ഥാനവും രാജ്യസഭാ സീറ്റും വേണമെന്ന ആവശ്യവുമായി RJD. അതിരപ്പള്ളി കണ്ണംകുഴിയിൽ വീട്ടുപറമ്പിലെ കിണറ്റിൽ വീണ പുലിയെ വനപാലകർ രക്ഷപ്പെടുത്തി. പേടിക്കേരി ഷിബുവിന്റെ കിണറ്റിലാണ് പുലി വീണത്. ജില്ലയിൽ 3 ഇടങ്ങളിലായി ഉണ്ടായ വാഹനാപകടങ്ങളിൽ 3 പേർ മരിച്ചു. പോത്തൂരിൽ ബസ്സിനടിയിലേക്ക് വീണ സ്കൂട്ടർ യാത്രികനായ വിദ്യാർത്ഥി മരിച്ചു. ചാലക്കുടിയിൽ പിക്കപ്പ് വാനും ബൈക്കും കൂട്ടിയിടിച്ച യുവാവും ചാഴൂരിൽ ബുള്ളറ്റ് ബസ്സിലിടിച്ച യുവാവും മരിച്ചു. വഴിയില്ലാത്തതുമൂലം നെൽകൃഷി ചെയ്യാനാകാതെ ഒരു കൂട്ടം കർഷകർ. കൃഷിസ്ഥലത്തേക്ക് പാലം എന്ന കർഷകരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കം. കോഴിക്കോട് കാപ്പാട് മാസപ്പിറവി കണ്ടു. കേരളത്തിൽ ബലിപ്പെരുന്നാൾ ജൂൺ 17-ന്. വാർത്തകൾ വിശദമായി. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ തൃശൂർ DCC ഓഫീസിൽ കൂട്ടത്തല്ല്. DCC സെക്രട്ടറി സജീവൻ കുരിയച്ചിറയ്ക്ക് മർദ്ദനം. ശക്തമായ നടപടി വേണമെന്ന് നേതാക്കൾ. വെള്ളിയാഴ്ച വൈകിട്ടാണ് സംഭവം. കെ മുരളീധരന്റെ അനുയായിയായ DCC സെക്രട്ടറി സജീവൻ കുരിയച്ചിറയും ഒപ്പമുണ്ടായിരുന്ന പ്രവർത്തകനും DCC ഓഫീസിൽ നിൽക്കുമ്പോൾ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ തനിക്കെതിരായ പ്രതിഷേധങ്ങൾക്ക് പിന്നിലെ വ്യക്തിയെന്നാരോപിച്ച് സജീവനൊപ്പമുള്ള പ്രവർത്തകനെ പിടിച്ചു തള്ളി. ഇത് ചോദ്യം ചെയ്ത സജീവനെതിരെ തിരിഞ്ഞ ജോസ് വള്ളൂർ അനുയായികളെയും കൂട്ടി കഴുത്തിന് പിടിച്ചു തള്ളി മർദ്ദിച്ചെന്നാണ് പരാതി. ഞാനും കല്ലൂർ ബാബു കൂടെ താഴ്ത്തു നിൽക്കുക. അങ്ങനെ കയറിപ്പോയി. അത് കഴിഞ്ഞിട്ട് ഒരു മുഴുവൻ വിളിച്ചു വരുത്തിവാൻ ഒരു 10-20 ആൾ വന്നു. അങ്ങനെ അവൻ്റെ റൂമിൽ പോയി. അങ്ങനെ നടക്കുന്ന നേരെ താഴ്ത്തിക്ക് ഇറങ്ങി വന്നു. അങ്ങനെ ആദ്യം ആ എൻ്റെ കൂടെയുള്ള സുരേരെ മെക്കിട്ട് കയറി. പിന്നെ അവനെ പിടിച്ച് തള്ള. അപ്പം ഞാൻ എന്തിട്ട് കാണിക്കുന്നത്, നീ ഒരു DC പ്രസിഡന്റ് അല്ലേ, ഒരു മര്യാദ എന്താണെന്ന് വെച്ചാൽ. അപ്പം നീ എന്താ ഇതിൻ്റെ പിന്നിൽ നീ എന്നെ നശിപ്പിക്കാൻ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ നീയും കടന്നു പോടാന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ കഴുത്തിൽ പിടിച്ചിട്ട് തള്ളി. ഞാനും അങ്ങനെ ബഹളായി. ഇതിൽ പ്രതിഷേധിച്ച് സജീവൻ പാർട്ടി ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം ആരംഭിച്ചു. ഇതോടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അടക്കമുള്ളവർ ഓഫീസിലേക്ക് എത്തി. പിന്നാലെ ഇരുവിഭാഗങ്ങളും തമ്മിൽ വീണ്ടും ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി. സ്ഥലത്തുണ്ടായിരുന്ന നേതാക്കൾ ഇടപെട്ട് ഇരുകൂട്ടരെയും പിന്തിരിപ്പിച്ചെങ്കിലും ഏറെ നേരം വാക്കേറ്റം തുടർന്നു. ഇതോടെ പോലീസും സ്ഥലത്തെത്തി. ഒരു സംഘം ആളുകൾ മുകളിൽ നിന്ന് ഇറങ്ങി വന്ന് ഇവിടെ നിൽക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എബിമോൻ തോമസിനെ മർദ്ദിക്കുന്ന രംഗമുണ്ടായപ്പോൾ പിടിച്ചു മാറ്റാനാണ് ഞങ്ങൾ ഉൾപ്പെടെയുള്ള ബാക്കിയുള്ള ആളുകൾ ശ്രമിച്ചിട്ടുള്ളത്. പിന്നീട് മുതിർന്ന നേതാവും മുൻ MLAയുമായ PA മാധവനെത്തി ഇരുകൂട്ടരുമായി സംസാരിച്ചു. മാധവന്റെ അനുനയത്തിനൊടുവിൽ സജീവൻ സമരം അവസാനിപ്പിച്ച് ആശുപത്രിയിൽ ചികിത്സ തേടി. അതേസമയം വിഷയത്തിൽ KPCC ഇടപെട്ട് കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. സംസ്ഥാന തലത്തിലുള്ള ലീഡർഷിപ്പ് കൈകാര്യം ചെയ്യേണ്ടതാണ് വിഷയം. ആരെങ്കിലും വന്ന് എന്തെങ്കിലും സംസാരിച്ചുകൊണ്ട് തീരില്ല. അടിയന്തരമായി ചെയ്യേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യാമെന്നാണ് ഞങ്ങളെ പോലുള്ള ആൾക്കാർക്ക് ചെയ്യാവുന്നത്. കെ മുരളീധരന്റെ കനത്ത തോൽവിക്ക് പിന്നാലെ DCC പ്രസിഡന്റിനും സിറ്റിംഗ് MPയായ TN പ്രതാപനും UDF ജില്ലാ ചെയർമാൻ MB വിൻസെന്റ് അടക്കമുള്ള നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനമാണ് പ്രവർത്തകരും നേതാക്കളും ഉന്നയിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് പരസ്യമായി പോസ്റ്റർ പതിച്ചും രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന കൂട്ടത്തല്ല്. ഇത് കടുത്ത പ്രതിസന്ധിയിലേക്കാണ് ജില്ലാ കോൺഗ്രസിനെ തള്ളിവിടുന്നത്. TCV തൃശൂർ. തൃശൂരിലെ കോൺഗ്രസിൽ പോസ്റ്റർ യുദ്ധം തുടരുന്നു. കോൺഗ്രസ് നേതാക്കളായ അനിൽ അക്കര, MP വിൻസെന്റ് എന്നിവർക്കെതിരെ DCC ഓഫീസിന് മുന്നിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച കെ മുരളീധരന്റെ പരാജയത്തിന് പിന്നാലെ ജില്ലയിലെ പാർട്ടിയിൽ മുറുമുറുപ്പ് ശക്തമാവുകയാണ്. കോൺഗ്രസ് ബ്രിഗേഡിന്റെ പേരിലാണ് പോസ്റ്ററുകൾ. അക്കരെയിരുന്ന് BJPയെ ഇക്കരെയെത്തിച്ച അനിൽ അക്കര BJP ഏജന്റാണോ? കെ മുരളീധരന്റെ പോസ്റ്ററുകൾ കിണറ്റിൽ തള്ളിയ അനിൽ അക്കരയെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കുക, MP വിൻസെന്റ് ഒറ്റുകാരനാണ് തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പോസ്റ്ററുകളാണ് പ്രത്യക്ഷപ്പെട്ടത്.
മുൻ MP TN പ്രതാപന് വാർഡിൽ പോലും സീറ്റ് കൊടുക്കരുത് എന്നും DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ രാജിവെക്കണമെന്നും എഴുതിയ പോസ്റ്ററുകൾ കഴിഞ്ഞ ദിവസം DCC ഓഫീസിന്റെ മതിലിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. കടുത്ത സാമ്പത്തിക ആരോപണം അച്ചടക്കം ഉന്നയിച്ചായിരുന്നു പോസ്റ്ററുകൾ. സുരേഷ് ഗോപി ക്യാബിനറ്റ് പദവിയിൽ കേന്ദ്രമന്ത്രിസഭയിലേക്ക്. ഞായറാഴ്ച രാത്രി 7:15 രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന 3ാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വെച്ച് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. കേരളത്തിൽ നിന്ന് ക്യാബിനറ്റ് മന്ത്രിയാകുന്ന ആദ്യ BJP നേതാവാകും സുരേഷ് ഗോപി. ഏതു വകുപ്പാണ് നൽകുക എന്ന് തീരുമാനിച്ചിട്ടില്ല. NDA സഖ്യകക്ഷി യോഗത്തിൽ കേരളത്തെ പ്രത്യേകം എടുത്തുപറഞ്ഞ പ്രധാനമന്ത്രി സുരേഷ് ഗോപിയെ അഭിനന്ദിക്കുകയും ചെയ്തു. കേരളത്തിൽ നിന്നുള്ള ആദ്യ BJP MP ആയ സുരേഷ് ഗോപിക്ക് അർഹമായ പ്രാധാന്യം നൽകുമെന്ന് നേരത്തെ തന്നെ BJP വ്യക്തമാക്കിയിരുന്നു. തൃശൂരിൽ നിന്നും ഒരു കേന്ദ്രമന്ത്രി എന്നതായിരുന്നു തെരഞ്ഞെടുപ്പിൽ BJPയുടെ വാഗ്ദാനം. പുതിയ MP-യായി സുരേഷ് ഗോപി എത്തുമ്പോൾ ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷനെ ആശ്രയിക്കുന്ന 13 ലക്ഷത്തിലേറെ വരുന്ന യാത്രക്കാർ പ്രതീക്ഷയിലാണ്. നേരത്തെ സുരേഷ് ഗോപിയും PK കൃഷ്ണദാസും നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലാകുമെന്നാണ് ജനം കാത്തിരിക്കുന്നത്. 100 വർഷത്തിലേറെ പഴക്കമുള്ളതും ഏറ്റവും കൂടുതൽ യാത്രക്കാരുമുള്ള ജില്ലയിലെ തന്നെ 2ാമത്തെ സ്റ്റേഷനായിട്ടും കാലങ്ങളായി വികസനത്തിന്റെ വെളിച്ചമെത്താതെ കിടക്കുന്ന സ്റ്റേഷനാണ് കല്ലേറ്റുംകര ആസ്ഥാനമായുള്ള ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷൻ. മാറി മാറി വരുന്ന MP-മാർക്കും റെയിൽവേ ഉദ്യോഗസ്ഥർക്കും പാസഞ്ചേഴ്സ് അസോസിയേഷൻ നിരവധി തവണ നിവേദനം നൽകിയിട്ടുണ്ടെങ്കിലും ഇതുവരെ സ്റ്റേഷന്റെ ഗതികേട് മാറ്റാനായിട്ടില്ല. ഇരിങ്ങാലക്കുട സ്റ്റേഷൻ വികസനത്തിന് അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്താമെന്ന പ്രഖ്യാപനം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. കോവിഡിന് മുൻപ് രാത്രി 12-നും പുലർച്ചെ 4-നും ഇടയിൽ ഇവിടെ നിർത്തിയിരുന്ന 5 ട്രെയിനുകളുടെ സ്റ്റോപ്പ് റെയിൽവേ നിർത്തലാക്കിയിരുന്നു. രാത്രി വൈകിയെത്തുന്ന യാത്രക്കാർക്ക് ഏറെ ആശ്വാസമായിരുന്ന ഈ ട്രെയിനുകൾക്ക് ഇരിങ്ങാലക്കുടയിൽ സ്റ്റോപ്പ് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് അന്നു മുതൽ തന്നെ റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ MP അടക്കമുള്ളവർക്കും റെയിൽവേക്കും നിവേദനം നൽകി വരുന്നുണ്ട്. സ്റ്റോപ്പുകൾ പുനഃസ്ഥാപിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ അധികൃതരുമായി സംസാരിക്കാമെന്നായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞിരുന്നത്. MP-യായി സുരേഷ് ഗോപി എത്തുമ്പോൾ റെയിൽവേ യാത്രക്കാരുടെ ഈ ആവശ്യങ്ങളെല്ലാം നടപ്പിലാക്കുമെന്ന പ്രതീക്ഷയിലാണ് പാസഞ്ചേഴ്സ് അസോസിയേഷൻ. TCV ഇരിങ്ങാലക്കുട. LDF സോഷ്യലിസ്റ്റ് പാർട്ടികളെ അവഗണിക്കുകയാണെന്ന് രാഷ്ട്രീയ ജനതാദൾ. മന്ത്രിസ്ഥാനവും രാജ്യസഭാ സീറ്റും വേണമെന്ന ആവശ്യവുമായി RJD. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണം ഇടതുമുന്നണി പരിശോധിക്കണം. BJPയുടെ വോട്ട് വളർച്ചയ്ക്ക് കാരണം മതേതര ഇടതുപക്ഷ വോട്ടുകളിലെ ചോർച്ചയാണ്. ഇതിൽ LDFന് ഭരണവീഴ്ച പറ്റിയിട്ടുണ്ടോ എന്നതും പരിശോധിക്കേണ്ടതാണ്. തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തണം. വർഗീയതയ്ക്കെതിരായ ബദലാണ് LDF. അതിനാൽ സംസ്ഥാനത്ത് ഇടതുപക്ഷം ക്ഷയിക്കാൻ പാടില്ലെന്ന് RJD സംസ്ഥാന സെക്രട്ടറി ജനറൽ വർഗീസ് ജോർജ് തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിൽ വളർന്നു വരുന്ന ഈ വർഗീയതയെ എല്ലാവരും വളരെ ഗൗരവത്തോടെ സ്വീകരിക്കണം. ഇപ്പോൾ അവർക്ക് ശരാശരി 17% വോട്ടുണ്ട്. ക്രമികമായി BJPയുടെ വോട്ട് വളർച്ച, ആ വോട്ട് നഷ്ടപ്പെട്ടത് മതേതര ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ നിന്നാണ്. എന്തുകൊണ്ട് ഈ വോട്ട് ചോർച്ച ഉണ്ടായി എന്നുള്ളതിനെക്കുറിച്ച് കേവലം നഗക്ഷതം കൊണ്ട് മാത്രമല്ല, വളരെ ഗൗരവമായി LDF യോഗം ചർച്ച ചെയ്യണം. ഏറെക്കാലമായി LDFനൊപ്പമുള്ള RJDക്ക് രാജ്യസഭ ലോക്സഭാ സീറ്റുകളോ മന്ത്രിസഭയിൽ സ്ഥാനമോ നൽകിയിട്ടില്ല. ഇനി അവഗണന സഹിക്കില്ല. ഒഴിവുവന്ന രാജ്യസഭാ സീറ്റും മന്ത്രിസ്ഥാനവും പാർട്ടിക്ക് നൽകണം. നിലവിൽ ആലത്തൂരിൽ വിജയിച്ച മന്ത്രി K രാധാകൃഷ്ണൻ രാജിവെക്കുന്ന ഒഴിവിലേക്ക് RJD പ്രതിനിധി KP മോഹനനെ മന്ത്രിയാക്കണം. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഘടകകക്ഷികളെ വിശ്വാസത്തിലെടുത്ത് സീറ്റ് വിഭജനം നടത്തണമെന്നും പാർട്ടി ആവശ്യപ്പെട്ടു. വെള്ളിയാഴ്ച ചേർന്ന പാർട്ടി സംസ്ഥാന നേതൃയോഗം ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തു. തിങ്കളാഴ്ച ചേരുന്ന LDF യോഗത്തിൽ ഇക്കാര്യങ്ങൾ ഉന്നയിക്കും. രാഷ്ട്രീയ ജനതാദളിന് അതിൻ്റെ നിയമസഭാംഗമായ KP മോഹന് മന്ത്രിസ്ഥാനം കൊടുക്കണം. മന്ത്രിസഭയിൽ ഒഴിവന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഞങ്ങളെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കി നിർത്തി എന്നതിനെ സംബന്ധിച്ച് ഇതുവരെ യുക്തമായിട്ടുള്ള ഒരു വിശദീകരണം പോലും തന്നിട്ടില്ല. അതുകൊണ്ട് മന്ത്രിസഭയിലും പ്രാതിനിധ്യം വേണം. രാജ്യസഭയിൽ സീറ്റുകൾ തരിക. ആവശ്യങ്ങൾ പരിഗണിച്ചില്ലെങ്കിൽ മുന്നണി വിടുമോ എന്ന ചോദ്യത്തിന് നിലവിൽ സാധ്യതയില്ലെന്നായിരുന്നു മറുപടി. പാർട്ടി സംസ്ഥാന സെക്രട്ടറിമാരായ യുജിൻ മൊറേലി, V കുഞ്ഞാലി, ബാലകൃഷ്ണൻ കാസർഗോഡ് എന്നിവരും പങ്കെടുത്തു. TCV തൃശൂർ. അതിരപ്പള്ളി കണ്ണംകുഴിയിൽ വീട്ടുപറമ്പിലെ കിണറ്റിൽ വീണ പുലിയെ വനപാലകർ രക്ഷപ്പെടുത്തി. കണ്ണംകുഴി ജംഗ്ഷന് സമീപം പേടിക്കേരി ഷിബുവിന്റെ വീട്ടുകിണറ്റിലാണ് പുലി വീണത്. വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. പുലിയെ കണ്ട് ചങ്ങല പൊട്ടിച്ചോടിയ നായയെ പിടിക്കാനുള്ള ശ്രമത്തിൽ വീടിന് പിൻഭാഗത്തുള്ള ആഴം കുറഞ്ഞ കിണറ്റിൽ വീഴുകയായിരുന്നു. ശബ്ദം കേട്ട് വീടിന് പുറത്തിറങ്ങിയ ഷിബുവാണ് കിണറ്റിൽ പുലി വീണുകിടക്കുന്നത് കണ്ടത്. ഉടനെ കണ്ണംകുഴി ഫോറസ്റ്റ് സ്റ്റേഷനിൽ വിവരമറിയിച്ചു. ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി
മുളയിൽ തയ്യാറാക്കിയ ഏണി കിണറ്റിൽ ഇറക്കി. ഏണിയിലൂടെ പിടിച്ചു കയറിയ പുലി പുറത്തെത്തിയ ഉടൻ കാട്ടിലേക്ക് ഓടിപ്പോയി. ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ PT രാജൻ, BFO K പ്രദീപ് കുമാർ, സുനിൽ കുമാർ, ബിജേഷ്, ബിനു, ടിനോ, വാച്ചർ സിജിത്ത് എന്നിവരടങ്ങിയ റെസ്ക്യൂ സംഘമാണ് പുലിയെ രക്ഷപ്പെടുത്തിയത്. പൂവത്തൂരിൽ സ്വകാര്യ ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. പൂവത്തൂർ രായമരയ്ക്കാർ വീട്ടിൽ അബ്ദുമോൻ മകൻ 18 വയസ്സുള്ള മുഹമ്മദ് സഫറാണ് മരിച്ചത്. പൂവത്തൂർ ആലിക്കൽ കുളത്തിനു സമീപത്തുള്ള വളവിലായിരുന്നു അപകടം. പൂവത്തൂരിൽ നിന്നും സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് സ്കൂട്ടറിൽ പോകുന്നതിനിടെ എതിർദിശയിൽ വരികയായിരുന്ന ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ബസിന്റെ പിൻചക്രം ശരീരത്തിൽ കയറിയിറങ്ങിയ നിലയിലാണ്. പാലുവായി വിസ്ഡം കോളേജിലെ 1ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിയാണ് മുഹമ്മദ് സഫർ. ചാലക്കുടി മേച്ചിറയിൽ പിക്കപ്പ് വാനും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു. വെള്ളിക്കുളങ്ങര ആരാംപറമ്പിൽ രാജുവിന്റെ മകൻ 23 വയസ്സുള്ള രഞ്ജിത്താണ് മരിച്ചത്. വെൽഡറായ രഞ്ജിത്ത് ജോലി സംബന്ധമായ ആവശ്യത്തിന് ചാലക്കുടിയിലേക്ക് വന്നതായിരുന്നു. മാച്ചിറ കനാൽ പാലത്തിന് സമീപത്ത് വെച്ച് മുന്നിൽ പോയിരുന്ന പിക്കപ്പ് വാൻ പെട്ടെന്ന് ബ്രേക്കിട്ട് തിരിച്ചതോടെ ബൈക്കിൽ വന്നിടിച്ച് രഞ്ജിത്ത് റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. അപകട സ്ഥലത്ത് വെച്ച് തന്നെ രഞ്ജിത്ത് മരിച്ചു. ചാഴൂർ റോഡിനു സമീപം ബുള്ളറ്റ് ബസ്സിലിടിച്ച് യുവാവ് മരിച്ചു. ആലപ്പാട് തണ്ടിയേക്കൽ ഷാജിയുടെ മകൻ 30 വയസ്സുള്ള രോഹിത്താണ് മരിച്ചത്. തൃശൂരിൽ നിന്ന് വരികയായിരുന്ന ബസ്സിൽ രോഹിത്ത് സഞ്ചരിച്ചിരുന്ന ബുള്ളറ്റ് ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ രോഹിത്തിനെ നാട്ടുകാർ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വഴിയില്ലാത്തതുമൂലം നെൽകൃഷി ചെയ്യാനാകാതെ ഒരു കൂട്ടം കർഷകർ. കൃഷിസ്ഥലത്തേക്ക് ഒരു പാലം എന്ന കർഷകരുടെ ആവശ്യം വർഷങ്ങളായി പരിഗണിക്കാതെ സർക്കാരും ഉദ്യോഗസ്ഥരും. വള്ളത്തോൾ നഗർ പഞ്ചായത്തിലെ പള്ളം പാടശേഖരത്തിലുള്ള 10ഓളം കർഷകരാണ് നെൽകൃഷി ചെയ്യാനാകാതെ വർഷങ്ങളായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. നേരത്തെ പാടശേഖരത്തിലേക്ക് കൃഷിക്കാവശ്യമായ സാമഗ്രികൾ കൊണ്ടുവരുന്നതിനും പോകുന്നതിനും റോഡുണ്ടായിരുന്നു. ഇരുവശവും സ്വകാര്യ വ്യക്തികൾ വീട് നിർമ്മിച്ചതോടെയാണ് കൃഷിസ്ഥലത്തേക്ക് വാഹനം ഇറങ്ങാൻ വഴിയില്ലാതായത്. ഒരു ഭാഗത്ത് പുഴയും മറ്റ് 3 ഭാഗങ്ങളിൽ പുഴയിലേക്കെത്തുന്ന തോടുമുള്ള സ്ഥലമാണിവിടം. കൃഷിസ്ഥലത്തേക്ക് കടക്കുന്നതിനു വേണ്ടി ഒരു നടപ്പാലം മാത്രമാണുള്ളത്. ഇതിലൂടെ തലച്ചുമടായി കൃഷിക്കാവശ്യമായ സാമഗ്രികൾ എത്തിച്ചാണ് കർഷകർ വർഷങ്ങളായി പച്ചക്കറിയും വാഴയും മറ്റും കൃഷി ചെയ്യുന്നത്. നിലവിലെ നടപ്പാലം പോലും ഇടിഞ്ഞു വീഴാറായ അവസ്ഥയിലാണ്. ഈ നടപ്പാലം പുനർനിർമ്മിച്ച് കൃഷിസ്ഥലത്തേക്ക് ആവശ്യമായ വാഹന സൗകര്യം ഒരുക്കണമെന്നാണ് കൃഷിക്കാരുടെ ആവശ്യം. ഞങ്ങൾ സാധനങ്ങൾ എത്തിക്കണമെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് ഇവിടെ റോഡിലേക്ക് എത്തിക്കുന്നത്. മിനിസ്റ്റർക്കും പഞ്ചായത്തിനും കളക്ടർക്കും എല്ലാം ഞങ്ങൾ അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. പഞ്ചായത്തിൽ പണിയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പഞ്ചായത്തിൽ ഇങ്ങനെ പണിയാന്ന് പറയുന്നില്ലാതെ പണിയുന്നില്ല. 20 ഏക്കറോളം കൃഷിസ്ഥലമാണ് വാഹനം ഇറങ്ങാൻ കഴിയാത്തത് മൂലം നെൽകൃഷി ചെയ്യാനാവാതെ കിടക്കുന്നത്. ഇതിൽ പലയിടങ്ങളും ഇപ്പോഴും തരിശായി കിടക്കുകയാണ്. 10 വർഷത്തിലേറെയായി പഞ്ചായത്തിലും മറ്റും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ തലത്തിലും കൃഷി ഓഫീസുകളിലും കർഷകർ കയറിയിറങ്ങിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല. 2 വർഷം മുൻപാണ് പഞ്ചായത്ത് കർഷകരുടെ പരാതി സ്വീകരിച്ചത്. എന്നാൽ നിലവിലെ നടപ്പാത പുനർനിർമ്മിക്കാൻ മാത്രമാണ് പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ചത്. അടുത്ത സാമ്പത്തിക വർഷത്തിലെങ്കിലും പുതിയ പാലത്തിനായി ഫണ്ട് വകയിരുത്തണമെന്നാണ് പഞ്ചായത്ത് അംഗം പറയുന്നത്. TCV ന്യൂസ്, ചെറുതുരുത്തി. കേരളത്തിൽ ബലിപ്പെരുന്നാൾ ജൂൺ 17-ന്. കാപ്പാട് കടപ്പുറത്ത് ദുൽഹിജ്ജ മാസപ്പിറവി കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ശനിയാഴ്ച ദുൽഹിജ്ജ 1 ജൂൺ 17-ന് ബലിപ്പെരുന്നാളും ആയിരിക്കുമെന്ന് വിവിധ ഖാസിമാരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, സമസ്ത ജനറൽ സെക്രട്ടറി പ്രൊഫസർ K ആലിക്കുട്ടി മുസ്ലിയാർ, പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നയീബ്, പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ, കോഴിക്കോട് ഖാസി സയ്യിദ് മുഹമ്മദ് കോയ ജമുലുല്ലൈലി തങ്ങളുടെ നയീബ്, സയ്യിദ് അബ്ദുള്ള കോയ ശിഹാബുദ്ദീൻ തങ്ങൾ, സയ്യിദ് നാസർ ഹയ്യ ശിഹാബ് തങ്ങൾ പാണക്കാട് എന്നിവർ അറിയിച്ചു. തൃശൂരിൽ വന്ദേ ഭാരത് എക്സ്പ്രസിന് നേരെ കല്ലേറ്. തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് പോവുകയായിരുന്ന ട്രെയിനിന് നേരെയാണ് കല്ലേറുണ്ടായത്. കല്ലേറിൽ C2, C4 എന്നീ കോച്ചുകളുടെ ഗ്ലാസുകൾ പൊട്ടി. യാത്രക്കാർക്ക് പരിക്കില്ല. 2ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ വെച്ചാണ് വന്ദേ ഭാരത് ട്രെയിനിന് നേരെ കല്ലേറുണ്ടായത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ റെയിൽവേ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാൾക്ക് മാനസിക വിഭ്രാന്തിയുള്ളതായി റെയിൽവേ പോലീസ് പറഞ്ഞു.
കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിൽ ബസ് ജീവനക്കാരനെ കല്ലുകൊണ്ട് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചു. കുന്നംകുളം തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന അനന്യ ബസ്സിലെ ക്ലീനർ ഇയാൽ സ്വദേശി ജയേഷിന് ആക്രമണത്തിൽ പരിക്കേറ്റു. സുഹൃത്തായ യുവാവാണ് ആക്രമണം നടത്തിയതെന്ന് പറയുന്നു. രാവിലെ ഇരുവരും തമ്മിൽ കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ വെച്ച് വാക്ക് തർക്കം നടന്നിരുന്നു. തുടർന്ന് ജയേഷിന്റെ പരാതിയിൽ സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. മർദ്ദനത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CPI പ്രതിനിധി രേഖ ഷാൻഡിയെ തെരഞ്ഞെടുത്തു. എതിർ സ്ഥാനാർത്ഥിയായ കോൺഗ്രസിലെ സിൽവി സേവ്യറിനെ 3-നെതിരെ 8 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് രേഖ ഷാൻഡി വിജയിച്ചത്. LDF-ലെ ധാരണയനുസരിച്ച് CPM-ലെ സന്ധ്യ നൈസൻ രാജിവെച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ആകെയുള്ള 13 അംഗ ഭരണസമിതിയിൽ 11 പേരാണ് തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പങ്കെടുത്തത്. പ്രസിഡന്റ് സ്ഥാനം പ്രതീക്ഷിച്ചിരുന്ന CPI-യിലെ ബിന്ദു ഷാജു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു. കോൺഗ്രസിലെ വിൻസി ജോഷി വിദേശത്താണ്. പ്രസിഡന്റായി ചുമതലയേറ്റ രേഖ ഷാൻഡിയെ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ, മാള പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു എന്നിവരും അനുമോദിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം നൽകാമെന്ന പാർട്ടി നേതൃത്വം നൽകിയ ഉറപ്പ് പാലിച്ചില്ലെന്നാരോപിച്ച് CPI-യിലെ ബിന്ദു ഷാജു ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ചു. കേരള മഹിളാ സംഘം ഇരിഞ്ഞാലക്കുട മണ്ഡലം വൈസ് പ്രസിഡന്റ്, പഞ്ചായത്ത് സെക്രട്ടറി എന്നീ സ്ഥാനങ്ങളും രാജിവെച്ചതായി ബ്ലോക്ക് പഞ്ചായത്ത് ആളൂർ ഡിവിഷൻ മെമ്പർ കൂടിയായ ബിന്ദു ഷാജു അറിയിച്ചു. പാർട്ടി അംഗത്വം ഇനി പുതുക്കുന്നില്ലെന്നും അവർ വ്യക്തമാക്കി. രാജിവെച്ചതായി പാർട്ടി ലോക്കൽ കമ്മിറ്റിയുടെയും മഹിളാ സംഘം വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ഇവർ പങ്കുവച്ചിട്ടുണ്ട്. അതേസമയം രാജിവെച്ചത് സംബന്ധിച്ച് അറിയില്ലെന്നും ബ്ലോക്ക് പഞ്ചായത്ത് യോഗത്തിൽ പങ്കെടുക്കാൻ ബിന്ദു ഷാജുവിനോട് ആവശ്യപ്പെട്ടിരുന്നതായും CPI ഇരിഞ്ഞാലക്കുട മണ്ഡലം സെക്രട്ടറി P മണി പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് പരിധി 2 മണ്ഡലം കമ്മിറ്റിയായതിനാൽ ജില്ലാ കമ്മിറ്റിയാണ് തീരുമാനിച്ചതെന്നും മാള മണ്ഡലം കമ്മിറ്റി ഇത് സംബന്ധിച്ച് നേരത്തെ തീരുമാനമൊന്നും എടുത്തിരുന്നില്ലെന്നും സെക്രട്ടറി MR അപ്പുക്കുട്ടൻ വ്യക്തമാക്കി. വല്ലച്ചിറ ഇളംകുന്നിൽ നിന്ന് അനധികൃതമായി മണ്ണെടുത്ത ടിപ്പർ ലോറിയും JCB-യും പിടികൂടി. വല്ലച്ചിറയിൽ സ്കൂൾ അക്കാദമിക് ഗ്രൗണ്ട് ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് മണ്ണെടുപ്പ് നടന്നിരുന്നത്. സ്കൂൾ അധികൃതർക്ക് മണ്ണെടുപ്പ് നടത്തരുതെന്ന് വില്ലേജ് ഓഫീസർ മുന്നറിയിപ്പ് നൽകിയിട്ടും സ്ഥലത്തുനിന്ന് മണ്ണെടുപ്പ് തുടരുകയായിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നാട്ടുകാർ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ വല്ലച്ചിറ വില്ലേജ് ഓഫീസർ IA ഷിനോദ്, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഓഫീസർ KA ഷാജി എന്നിവരുടെ നേതൃത്വത്തിൽ മണ്ണെടുത്ത് കൊണ്ടുപോവുകയായിരുന്ന JCB-യും ടിപ്പർ ലോറികളും പിടിച്ചെടുക്കുകയായിരുന്നു. ഹൈക്കോടതിയുടെ അനുമതിയോടെയാണ് ഗ്രൗണ്ട് നവീകരിക്കുന്നതിനായി മണ്ണെടുപ്പ് നടത്തുന്നത് എന്ന് സ്കൂൾ അധികൃതർ പറയുന്നുണ്ടെങ്കിലും അത് വ്യാജമാണെന്ന് വില്ലേജ് ഓഫീസർ പറഞ്ഞു. പിടിച്ചെടുത്ത വാഹനങ്ങൾ ചേർപ്പ് പോലീസിന് വില്ലേജ് അധികൃതർ കൈമാറി. ചേർപ്പിൽ വൈദ്യുതാഘാതമേറ്റ് കറവ പശുക്കൾ നഷ്ടമായ കർഷകന് മിൽമ ധനസഹായം നൽകി. മാർച്ച് 24-നാണ് ക്ഷീരകർഷകനായ VR തോമസിന്റെ തൊഴുത്തിലെ 4 കറവ പശുക്കൾ ഷോക്കേറ്റ് ചത്തത്. മിൽമ എറണാകുളം മേഖലാ യൂണിയൻ ഹെൽപ്പ് ടു ഫാർമേഴ്സ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 45,000 രൂപയുടെ ധനസഹായമാണ് ക്ഷീരവികസന വകുപ്പ് മന്ത്രി J ചിഞ്ചുറാണി കൈമാറിയത്. CC മുകുന്ദൻ MLA അധ്യക്ഷത വഹിച്ചു. മിൽമ എറണാകുളം മേഖലാ യൂണിയൻ ചെയർമാൻ MT ജയൻ, ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത്, മിൽമ ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പീച്ചി KFRI ക്വാർട്ടേഴ്സ് കോമ്പൗണ്ടിൽ നിന്നിരുന്ന 2 വൻ മരങ്ങൾ കടപുഴകി റോഡിന് കുറുകെ വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ഫയർഫോഴ്സും നാട്ടുകാരും വനംവകുപ്പ് ജീവനക്കാരും ചേർന്ന് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് മരങ്ങൾ മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. മരം വീണ സ്ഥലം റവന്യൂ മന്ത്രി K രാജൻ സന്ദർശിച്ചു. അപകടകരമായ നിലയിലുള്ള മരങ്ങൾ ദുരന്ത നിവാരണ നിയമപ്രകാരം മുറിച്ചുമാറ്റുമെന്ന് മന്ത്രി പറഞ്ഞു. KFRI ഓഡിറ്റോറിയത്തിൽ വിളിച്ചു ചേർത്ത അടിയന്തര യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. പീച്ചി റോഡിലെ അപകടകരമായ നിലയിലുള്ള മരങ്ങളുടെ പട്ടിക തയ്യാറാക്കി KFRI ജില്ലാ കളക്ടർ അധ്യക്ഷനായ ദുരന്ത നിവാരണ സമിതിക്ക് ഉടൻ സമർപ്പിക്കും. സമിതി പട്ടിക പരിശോധിച്ച് മരം മുറിച്ചു മാറ്റുന്നതിന് തൃശൂർ DFOയ്ക്ക് ഉത്തരവ് നൽകും. റോഡരികിൽ നിൽക്കുന്ന മരങ്ങളുടെ സുരക്ഷിതാവസ്ഥ ആഴ്ചയിലൊരിക്കലെങ്കിലും പരിശോധിക്കണമെന്നും മന്ത്രി വനം വകുപ്പിനോട് നിർദ്ദേശിച്ചു. ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ, ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കളക്ടർ PM കുര്യൻ, തൃശൂർ DFO രവികുമാർ മീണ, ജനപ്രതിനിധികൾ, ഇതര വകുപ്പ് നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. പുലർച്ചെ വിളിച്ചു പറഞ്ഞ ആ സമയം മുതൽ നമ്മൾ ഇടപെട്ടു തുടങ്ങിയതാണ്. ഇന്നിപ്പോൾ ജില്ലാ കളക്ടർ ഇവിടെ സന്നിഹിതനായിട്ടുണ്ട്. ജില്ലാ കളക്ടർ മാത്രമല്ല, നമ്മുടെ ജില്ലയിലെ എല്ലാ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരും, ഫോറസ്റ്റ് ഉണ്ട്, ഇലക്ട്രിസിറ്റി ഉണ്ട്, അതുപോലെ തന്നെ KFRI ഉണ്ട്, നമ്മുടെ LSTDയുടെ ഉദ്യോഗസ്ഥന്മാരുണ്ട്, റവന്യൂ ഉണ്ട്, പോലീസുണ്ട്.
അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ഉദ്യോഗസ്ഥന്മാരുടെയും സാന്നിധ്യത്തിൽ അടിയന്തരമായിട്ടൊരു യോഗം ചേരാൻ വേണ്ടി പോവുകയാണ്. സാധാരണ മഴക്കാലത്ത് ഇങ്ങനെ കട്ടിങ്ങും സംവിധാനങ്ങൾ നടക്കാറുണ്ട്. നേരത്തെ ഒരു പ്രശ്നം ഉണ്ടായതിനെ തുടർന്ന് ഏതാണ്ട് 40-ലേറെ മരങ്ങൾ, അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചു മാറ്റുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. പുതുക്കാട് ചാക്കോച്ചിറയിൽ കാറ്റിൽ കൂറ്റൻ മല്ലിമരം റോഡിലേക്ക് കടപുഴകി വീണു. മരം വീണ് വൈദ്യുതി കമ്പികൾ തകരാറിലായി. മേഖലയിൽ വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു. പഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര വിവരമറിയിച്ചതിനെ തുടർന്ന് എത്തിയ ഫയർഫോഴ്സും KSEB അധികൃതരും ചേർന്ന് മരം മുറിച്ചുമാറ്റി. ശക്തമായ മഴയെ തുടർന്ന് പൂമല ഡാമിലെ ജലനിരപ്പ് 26 അടി 11 ഇഞ്ചായി ഉയർന്ന സാഹചര്യത്തിൽ ഷട്ടറുകൾ തുറക്കുന്നതിന് മുൻപുള്ള 1ാം ഘട്ട മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. 29 അടിയാണ് ഡാമിന്റെ പരമാവധി ജലനിരപ്പ്. ഷട്ടറുകൾ ഏതു സമയത്തും തുറക്കാമെന്നതിനാൽ മലവായ തോടിന്റെ ഇരുവശങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. കേരള സാഹിത്യ അക്കാദമി സെക്രട്ടറി CP അബൂബക്കറിന്റെ വാക്കുകൾ ഓർമ്മകളുടെ പുസ്തകം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം സാഹിത്യ അക്കാദമി ഹാളിൽ നടന്നു. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് K. സച്ചിദാനന്ദൻ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. മുൻ MLA KV അബ്ദുൽ ഖാദർ പുസ്തകം ഏറ്റുവാങ്ങി. ഡോക്ടർ V. ശോഭ അധ്യക്ഷത വഹിച്ചു. സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിൽ മുഖ്യപ്രഭാഷണം നടത്തി. പ്രൊഫസർ M. ഹരിദാസ് പുസ്തക പരിചയം നടത്തി. NG നയൻതാര, ഡോക്ടർ MN വിനയകുമാർ, പ്രൊഫസർ TA ഉഷാകുമാരി, ED ഡേവിസ്, ഗ്രന്ഥകർത്താവ് CP അബൂബക്കർ, KS സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നാട് കാണാനിറങ്ങി പെരുവഴിയിൽ പെട്ടുപോയ 4ാം ക്ലാസ്സുകാരെ സുരക്ഷിതരായ രക്ഷിതാക്കളെ ഏൽപ്പിച്ച ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് അഭിനന്ദന പ്രവാഹം. ആമ്പല്ലൂരിൽ ഓട്ടോ ഡ്രൈവറായ കൊക്കാടൻ ജെയ്സനാണ് വഴിയറിയാതെ ആമ്പല്ലൂരിൽ എത്തിയ കുട്ടികൾക്ക് തുണയായത്. മാധ്യമങ്ങളിൽ വാർത്ത വന്നതോടെ വെള്ളിയാഴ്ച ജെയ്സന്റെ ഫോണിന് വിശ്രമമില്ലാത്ത പകലായിരുന്നു. പുതുക്കാട് പോലീസ് SHO V. സജീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ അളഗപ്പ പോളിടെക്നിക്കിന് സമീപത്തെ ഓട്ടോ സ്റ്റാൻഡിൽ എത്തിയ പോലീസ് സംഘം ജെയ്സനെ അനുമോദിച്ചു. ജെയ്സന്റെ ആത്മാർത്ഥതയും ജാഗ്രതയും മാതൃകാപരമാണെന്ന് പറഞ്ഞ SHO ജെയ്സനെ ഷാൾ അണിയിച്ച് ആദരിച്ചു. SI സുധീഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അജി, ഷഫീഖ്, സജീവ് എന്നിവരും സംഘത്തിൽ ഉണ്ടായിരുന്നു. വാടാനപ്പള്ളിയിൽ കോൺഗ്രസ് നേതാവിന്റെ വീടിന് നേരെ ആക്രമണം. വെള്ളിയാഴ്ച പുലർച്ചെ വാടാനപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മുൻ പ്രസിഡന്റും മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയുമായ KV സിജിത്തിന്റെ വീടിന് നേരെയാണ് സാമൂഹ്യവിരുദ്ധരുടെ ആക്രമണമുണ്ടായത്. വീട്ടിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച ശേഷം ജനൽ ചില്ലുകളും മറ്റും അടിച്ചു തകർത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. കോൺഗ്രസ് നേതാക്കളായ CM നൌഷാദ്, KS ദീപൻ, സുബൈദ മുഹമ്മദ്, MA മുസ്തഫ, EB ഉണ്ണികൃഷ്ണൻ, AK നൂറുദ്ദീൻ, CM രഘുനാഥ് എന്നിവർ സംഭവസ്ഥലം സന്ദർശിച്ചു. രാത്രി 2:10 സിജിത്തും ഫാമിലിയുമുള്ള വീട്ടിൽ രാത്രി 2:10 ഒച്ച കേട്ടിറങ്ങിയപ്പോഴേക്കും വടികൊണ്ട് 4 ഗ്ലാസുകൾ തല്ലി തകർത്തായി കാണുന്നു. അതുകൂടാതെ തന്നെ വീടിൻ്റെ മെയിൻ സ്വിച്ച് ഊരി ഫ്യൂസ് ഊരി കറണ്ട് പോയതായി കാണുന്നു. അങ്ങനെ എമർജൻസി ലൈറ്റ് അടിച്ചു നോക്കിയപ്പോഴാണ്, ഒച്ചകെട്ട ഭാഗത്ത് നോക്കിയപ്പോഴാണ്, കല്ലെറിഞ്ഞതല്ല, അത് കാരണം കല്ലെറിയാനുള്ള സൗകര്യമില്ല ആ ഷെഡ് ഉൾപ്പെടെ, അവിടെ വന്ന് വടി കൊണ്ട് അടിച്ച രീതിയിലാണ് കാണുന്നത്. ഇതിൽ വാടാനപ്പള്ളിയിലെ കോൺഗ്രസ് പ്രവർത്തകർ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. ഇത് ചെയ്തവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം. തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സജീവമായൊരു പ്രദേശമാണ്. പക്ഷേ വ്യക്തിപരമായ ഒരു രാഷ്ട്രീയ പാർട്ടി ഞങ്ങൾ ആക്ഷേപം ഉന്നയിക്കുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ ആഹ്ലാദത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുമ്പിൽ വലിയ ഗുണ്ടുകൾ വെച്ച് അരമണിക്കൂറോളം പകൽ സമയത്ത് പടക്കം പൊട്ടിച്ചൊക്കെ ഉണ്ടായിരുന്നു. മണലൂർ പണിക്കർ റോഡിൽ കൽവർട്ട് തകർന്നത് യാത്രക്കാർക്ക് അപകട ഭീഷണിയായി മാറി. കൽവർട്ടിലെ കോൺക്രീറ്റുകൾ ദ്രവിച്ച് അടർന്ന് വലിയ ദ്വാരമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. 2019 തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3,30,000 രൂപയ്ക്കാണ് കൽവർട്ട് നിർമ്മിച്ചത്. സ്കൂൾ വിദ്യാർത്ഥികളടക്കം നിരവധി ആളുകൾ ഗതാഗതത്തിനായി ആശ്രയിക്കുന്ന കൽവർട്ടാണ് അപകടകരമായ രീതിയിൽ തകർന്നു കിടക്കുന്നത്. ഇതുമൂലം ഏറെ ദൂരം നടന്നു വന്നതിന് ശേഷമാണ് കുട്ടികൾക്ക് സ്കൂൾ വാഹനങ്ങളിലേക്ക് കയറാൻ കഴിയുന്നത്. കൽവർട്ട് നിർമ്മാണത്തിൽ ഗുരുതരമായ കൃത്യവിലോപം നടന്നതായി മണലൂർ പഞ്ചായത്ത് അംഗം ടോണി അത്താണിക്കൽ ആരോപിച്ചു. കൽവർട്ട് നിർമ്മാണത്തിലെ അഴിമതി അന്വേഷിച്ച് വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെയും കരാറുകാർക്കെതിരെയും നടപടിയെടുക്കണമെന്നും പഞ്ചായത്ത് അംഗം ടോണി അത്താണിക്കൽ ആവശ്യപ്പെട്ടു. ഇവിടെയുള്ള നാട്ടുകാരെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടിലാണ്. ഞങ്ങളിത് ഉണ്ടായ വഴിക്ക് തന്നെ പഞ്ചായത്തിലെ AEയും ഓവർസിയറുടെ അടുത്തും വിവരം ധരിപ്പിച്ചിരുന്നു. പഞ്ചായത്തിലുള്ള തൊഴിലുറപ്പ് ഓഫീസിലും പഞ്ചായത്ത് സെക്രട്ടറിക്കും പരാതി കൂടാതെ
അന്തിക്കാട് ബ്ലോക്ക് ഓഫീസിൽ തൊഴിലുറപ്പിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്കും എഞ്ചിനീയർക്കും ഞങ്ങൾ പരാതി നൽകുകയും അന്ന് തന്നെ കണ്ടശാങ്കട് താനാപ്പാടത്തുള്ള സ്ലാബ് മാറ്റി ഞങ്ങൾക്കത് പരിഹരിച്ച് തരാമെന്ന് പറഞ്ഞെങ്കിൽ പോലും ഏകദേശം ഒരാഴ്ച കാലമായി യാതൊരു നടപടിയും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അടുത്ത സമരപരിപാടികളിലേക്ക് പോകേണ്ട കാര്യങ്ങളാണ് ഇവിടെയുള്ള നാട്ടുകാരും റോഡ് കമ്മിറ്റിക്കാരും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലെ വണ്ടികൾ ഒരു 3 സ്കൂൾ ബസ്സുകൾ ഇതിൽ പോകുന്നുണ്ട്. ഇപ്പോൾ ഒരാഴ്ചയായി സ്കൂൾ തുറന്നിട്ട് ഇപ്പോൾ സ്കൂൾ ബസ് ഇതിൽ വരുന്നില്ല. കുട്ടികളൊക്കെ അപ്പുറത്തേക്ക് നടന്നിട്ടാണ് വണ്ടി കയറുന്നത്. ഒന്നുമില്ലെങ്കിൽ സ്ലാബ് നന്നാക്കാനുള്ള ഏർപ്പാട് ചെയ്യുക, അല്ലെങ്കിൽ ഈ റോഡ് മൊത്തമായിട്ട് ബ്ലോക്ക് ചെയ്തിടാൻ അതിൻ്റെ അധികാരികൾ ശ്രദ്ധിക്കണമെന്നാണ്. ഇനി വാണിജ്യം. മൂന്ന് വർഷം കൊണ്ട് ഇന്ത്യക്കകത്തും വിദേശ രാജ്യങ്ങളിലുമായി 20ഓളം ഔട്ട്ലെറ്റുകളായി വളർന്ന ബനാവിൽ അവിൽ മിൽക്സിന്റെ ഏറ്റവും പുതിയ ഔട്ട്ലെറ്റ് തൃശൂർ പെരിങ്ങാവിൽ പ്രവർത്തനം ആരംഭിച്ചു. ഷൊർണൂർ റോഡിൽ പെരിങ്ങാവ് ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ച ബനാവിൽ അവിൽ മിൽക്സിന്റെ ഉദ്ഘാടനം ചലച്ചിത്ര താരം ജയരാജ് വാര്യർ നിർവഹിച്ചു. പ്രൊഫസർ ഹരിദാസ്, ബനാവിൽ അവിൽ മിൽക്സ് പെരിങ്ങാവ് ഔട്ട്ലെറ്റ് ഉടമ നാരായണൻ, കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങിയവർ സന്നിഹിതരായി. രുചിവൈവിധ്യമേറിയ 80ലേറെ അവിൽ മിൽക്കുകൾ കസ്റ്റമറുടെ അഭിരുചിക്കനുസരിച്ച് തത്സമയം ഉണ്ടാക്കുന്നുവെന്നതാണ് ബനാവിലിന്റെ സവിശേഷത. കിഡ്സ് അവിൽ മിൽക്ക്, ഐസ്ക്രീം ഉള്ളതും ഇല്ലാത്തതുമായ അവിൽ മിൽക്സ്, ബേസിക് ആൻഡ് റെഗുലർ അവിൽ മിൽക്ക്, സ്പെഷ്യൽ അവിൽ മിൽക്സ്, പ്രീമിയം അവിൽ മിൽക്സ് തുടങ്ങിയ വിഭാഗങ്ങളിലായി അവൽ, പഴം, നട്ട്സ്, ഐസ്ക്രീം തുടങ്ങിയവ ഉപയോഗിച്ച് വിവിധ ഫ്ലേവറുകളിലും രുചിക്കൂട്ടുകളിലും ഉണ്ടാക്കുന്ന മിൽക്ക് ഐസ്ക്രീം വിഭവങ്ങളാണ് ഇവിടെ കസ്റ്റമേഴ്സിനായി ഒരുക്കുന്നത്. കൊച്ചി, പെരുമ്പിലാവ്, കോതമംഗലം, പാലക്കാട്, ഒമാൻ, അബുദാബി തുടങ്ങിയ സ്ഥലങ്ങളിൽ ബനാവിൽ അവിൽ മിൽക്സിന്റെ പുതിയ ഔട്ട്ലെറ്റുകൾ ഉടൻ പ്രവർത്തനം ആരംഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9746266856. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ DCC ഓഫീസിൽ കൂട്ടത്തല്ല്. കെ മുരളീധരന്റെ അടുത്ത അനുയായി സജീവൻ കുരിയച്ചിറയെ മർദ്ദിച്ചുവെന്നാരോപിച്ചാണ് പ്രവർത്തകർ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയത്. സുരേഷ് ഗോപി ക്യാബിനറ്റ് പദവിയിൽ കേന്ദ്രമന്ത്രിസഭയിലേക്ക്. സത്യപ്രതിജ്ഞ ഞായറാഴ്ച വൈകിട്ട് നടക്കും. കേരളത്തിൽ നിന്ന് ക്യാബിനറ്റ് മന്ത്രിയാകുന്ന ആദ്യ BJP നേതാവാകും സുരേഷ് ഗോപി. LDF സോഷ്യലിസ്റ്റ് പാർട്ടികളെ അവഗണിക്കുകയാണെന്ന് രാഷ്ട്രീയ ജനതാദൾ. മന്ത്രിസ്ഥാനവും രാജ്യസഭാ സീറ്റും വേണമെന്ന ആവശ്യവുമായി RJD. അതിരപ്പള്ളി കണ്ണംകുഴിയിൽ വീട്ടുപറമ്പിലെ കിണറ്റിൽ വീണ പുലിയെ വനപാലകർ രക്ഷപ്പെടുത്തി. പേടിക്കേരി ഷിബുവിന്റെ വീട്ടുകിണറ്റിലാണ് പുലി വീണത്. ജില്ലയിൽ 3 ഇടങ്ങളിലായി ഉണ്ടായ വാഹനാപകടങ്ങളിൽ 3 പേർ മരിച്ചു. പൂവത്തൂരിൽ ബസ്സിനടിയിലേക്ക് വീണ സ്കൂട്ടർ യാത്രികനായ വിദ്യാർത്ഥി മരിച്ചു. ചാലക്കുടിയിൽ പിക്കപ്പ് വാനും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവും, ചാഴൂരിൽ ബുള്ളറ്റ് ബസ്സിലിടിച്ച് യുവാവും മരിച്ചു. വഴിയില്ലാത്തതുമൂലം നെൽകൃഷി ചെയ്യാനാകാതെ ഒരു കൂട്ടം കർഷകർ. കൃഷിസ്ഥലത്തേക്ക് പാലം എന്ന കർഷകരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കം. കോഴിക്കോട് കാപ്പാട് മാസപ്പിറവി കണ്ടു. കേരളത്തിൽ ബലിപ്പെരുന്നാൾ ജൂൺ 17-ന്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.